അടുത്തത് പുസ്തക പ്രകാശനമാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ജി ഉഷാകുമാരിയാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് സണ്ണി കവിക്കാടിൻ്റെ മകൾ അനില സണ്ണിയാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ ജി ഉഷാകുമാരിയെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അനില സണ്ണിയെയും അതുപോലെ തന്നെ സണ്ണി കവിക്കാടിൻ്റെ ആത്മസഖി ലിസി സണ്ണിയെയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രസാധകനായ പ്രസക്തി ബുക്സ് പത്തനംതിട്ടയുടെ സിജുകുമാറിനെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അല്ല നമുക്ക് താഴ്ത്തു വേണം ചെയ്യാം. അല്ല ഇവിടെ സജു വരൂ. ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായി സംഘാടകർ പരിഗണിക്കുന്നത് സംവാദമാണ്. ജാതി, വർഗം, ബ്രാഹ്മണ്യ വിമർശനം അംബേദ്കറേറ്റ് കാഴ്ചപ്പാടിൽ ഡോക്ടർ കെ എസ് മാധവൻ എഴുതി തയ്യാറാക്കി ഏതാണ്ട് 18 പേജുള്ള ഒരു പ്രബന്ധം നമുക്ക് അയച്ചു തന്നിട്ടുണ്ടോ. ആ പ്രബന്ധം ഇവിടെ വിതരണം നടത്തുന്നതാണ്. അത് വായിച്ച് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ക്ഷിപ്രസാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേദിയിൽ ഉള്ള സഖാവ് കെ മുരളി, അദ്ദേഹത്തിനൊരു ആമുഖം പറയാൻ ഞാൻ ആളല്ല. കേരളത്തിലും ഇന്ത്യയിലും സാർവദേശീയ രംഗത്തും ഒരു മാർക്സിസ്റ്റ് ചിന്തകൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന അദ്ദേഹമാണ് ജാതി, വർഗം, ബ്രാഹ്മണ്യ വിമർശനം മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ സംവാദത്തിൽ ആദ്യമായി വിഷയം അവതരിപ്പിക്കുന്നത്. അങ്ങേയറ്റം ആദരവോടുകൂടി ആ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ജാതി, വർഗം, ബ്രാഹ്മണ്യ വിമർശനം ഈ വിഷയത്തെ സംബന്ധിച്ച് ഏതാണ്ട് 1980-കൾ മുതൽ കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനം, ഈ സണ്ണി കവിക്കാടൊക്കെ ഉണ്ടായിരുന്ന പ്രസ്ഥാനത്തിനകത്ത് പലതരത്തിലുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ജാതിവിരുദ്ധ മതേതര വേദി പോലെയുള്ള സംഘടനാ സംവിധാനങ്ങളും പിന്നീട് അധസ്ഥിത നവോത്ഥാന മുന്നണി പോലെയുള്ള സംഘടനാ സംവിധാനങ്ങളും അതിൻ്റെ തുടർച്ചയിൽ ദലിത് ഐക്യ സമിതി, കേരള ദലിത് മഹാസഭ എന്നൊക്കെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പൊതുവായ ഒരു ചട്ടക്കൂട് 1980-കളിൽ പൊതുവിൽ CRC CPML മുന്നോട്ട് വെച്ച ആശയധാരയെ പിൻപറ്റി തന്നെയാണ് ഒരു വേള കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിൽ അംബേദ്കറെ വായിക്കാനും പഠിക്കാനും ഒക്കെ ഇടവന്നപ്പോഴുണ്ടായിട്ടുള്ള പുതിയ ചില തെളിച്ചങ്ങൾ കൂടി സൈദ്ധാന്തിക രംഗത്ത് ഉണ്ടായി എന്നത് ഒഴിച്ചു നിർത്തിയാൽ പൊതുവിൽ 80-കൾ മുതൽ കേരളത്തിലെ ML പ്രസ്ഥാനം നടത്തിയ കഠിനതരമായ സൈദ്ധാന്തിക അന്വേഷണങ്ങളുടെ തുടർച്ചയിലാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ നിലയുറപ്പിച്ചിട്ടുള്ളത്. അതിപ്പോൾ CDN സർവീസ് സൊസൈറ്റി ആണെങ്കിലും
ആ നിലക്കാണ് അതൊക്കെ. ഇതിൻ്റെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു സഹയാത്രികർ എന്ന നിലയിലാണ് പ്രധാനപ്പെട്ട രണ്ട് സംഘടനാ സംവിധാനങ്ങൾ എന്ന നിലയിൽ സിഡിയൻ സർവീസ് സൊസൈറ്റി ആദ്യവും പിന്നീട് അധസ്ഥിത നവോത്ഥാന മുന്നണി എന്ന നിലയിലും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ അതിനാവശ്യമായ സൈദ്ധാന്തികവും പ്രത്യയശാസ്ത്രപരവുമായിട്ടുള്ള നയസമീപനങ്ങൾ രൂപവൽക്കരിക്കുന്നതിൽ പ്രമുഖമായ പങ്കുവഹിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ ML പ്രസ്ഥാനം അംബേദ്കറൈറ്റ് കാഴ്ചപ്പാടുകളെ വിലയിരുത്തുന്നതിലൊക്കെ അതിൻ്റെ അന്നത്തെ പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ സബ് കമ്മിറ്റിയിലൊക്കെ അംഗമായിരിക്കുകയും ആ രേഖകളൊക്കെ തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഈ വിഷയത്തെ മുൻനിർത്തി ബ്രാഹ്മണ്യ വിമർശനം എന്ന നിലയിൽ ഒരു പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തെ മുൻനിർത്തി ഒരു ചർച്ച, ആ പുസ്തകത്തെ മുൻനിർത്തി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട എല്ലാ പുസ്തകങ്ങളെയും മുൻനിർത്തി ഒരു ചർച്ചാ പരമ്പരയൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നെങ്കിലും അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും അത് സാധ്യമാക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ടോ ഞാൻ നീട്ടുന്നില്ല. ചർച്ചയിൽ, സംവാദത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും സഹാക്കൾക്കും അഭിവാദ്യങ്ങൾ. ഡോക്ടർ KS മാധവൻ്റെ അസാന്നിധ്യം സജീവമായൊരു ചർച്ചയ്ക്ക് വലിയൊരു വിഘാതം തന്നെയാണ്. അദ്ദേഹം തയ്യാറാക്കിയ ഈ പേപ്പർ 18 പേജുള്ള പ്രബന്ധം വായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം എന്താണ് അംബേദ്കറൈറ്റ് കാഴ്ചപ്പാടിൽ ജാതിയും വർഗവും തമ്മിൽ പരസ്പരം എന്ത് ബന്ധം, എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഇതിലുള്ളത്. അപ്പോൾ അതിൻ്റെ ചില വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനത്തിൽ, സംഘടനാ പ്രവർത്തനത്തിൽ, വർഗസമരത്തിൽ എങ്ങനെയാണ് ഈ ജാതിയും വർഗവും പരസ്പരം ബന്ധപ്പെട്ട് പരസ്പരം പ്രതിപ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഒരു അനുഭവത്തെ മുൻനിർത്തി സംസാരിച്ച് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1980കളുടെ തുടക്കത്തിൽ, 81-ലാണെന്ന് തോന്നുന്നു, തിരുവനന്തപുരം ജില്ലയിലെ ചെറിയൻകീഴിൽ ഉണ്ടായ ഒരു സമരമാണ് വിഷയം. അന്ന് CRC CPIML അവിടെ ശക്തമായൊരു ജനകീയ അടിത്തറ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ചെറിയൻകീഴിന് തൊട്ടടുത്തുള്ള ചെറിയ വിള, വലിയ വിള എന്ന് പറയുന്ന രണ്ട് പ്രദേശങ്ങളിലായി അവിടെയുള്ള ദളിത് ഭൂരഹിത കർഷകർക്കിടയിലായിരുന്നു ശക്തമായ അടിത്തറ ഉണ്ടായിരുന്നത്. ചെറിയൻകീഴ് അന്ന് പ്രമാണിമാർ, ഇന്നുമാണെന്ന് തോന്നുന്നു, ഈഴവരാണ്. ഭൂ ഉടമകളെന്ന നിലയ്ക്കും ഭൂപ്രഭുക്കളെന്ന നിലയ്ക്കും അതുപോലെ തന്നെ കയർ ഫാക്ടറികളുടെ ഉടമകളെന്ന നിലയ്ക്കും അവരുടെ ഒരു ആധിപത്യം ഉണ്ടായിരുന്നു ആ പ്രദേശത്ത്. പലപ്പോഴും ഈ ദളിതരെ ആക്രമിച്ചിരുന്നത്, പലതരത്തിലും പീഡിപ്പിച്ചിരുന്നത്, ചന്തയിലും മറ്റുമൊക്കെ പലതരത്തിൽ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത് ഇവരായിരുന്നു. അവരുമായി ബന്ധപ്പെട്ടിട്ടാണ് പല വിഷയങ്ങളിലും അന്ന് പാർട്ടിയും ജനകീയ സാംസ്കാരിക വേദിയൊക്കെ ഇടപെട്ടിരുന്നത്. അത്തരമൊരു സന്ദർഭത്തിലാണ് അവിടെ ഒരു കയർ മുതലാളിയുടെ ഫാക്ടറിയിൽ ചെറുപ്പക്കാരനായ ഒരു തൊഴിലാളിയെ ഭീകരമായി മർദ്ദിച്ച സംഭവം ഉണ്ടാകുന്നത്. ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അവിടെയുള്ള സഹാക്കൾ ആ വിഷയത്തിൽ ഇടപെടുകയും അതൊരു വലിയൊരു ജനകീയ പ്രക്ഷോഭമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ മർദ്ദിക്കപ്പെട്ട തൊഴിലാളിയും ഈഴവൻ തന്നെയാണ്, മുതലാളിയും ഈഴവൻ തന്നെ. സമരരംഗത്ത് ശക്തമായി മുന്നോട്ട് വന്നത് ദളിതരായിട്ടുള്ള സഹാക്കളാണ്. അവിടെ ശ്രദ്ധേയമായ കാര്യം, ആ സമരത്തിന് അതുപോലെ തന്നെ ദളിത് സഹാക്കളുടെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനും അവിടെയുള്ള നായർ കുടുംബങ്ങൾ വലിയ തോതിൽ സഹകരിക്കുന്നുണ്ടായിരുന്നു. സാമ്പത്തിക സഹായം മാത്രമല്ല,
അത്യാവശ്യം ഒളിവിലുള്ള സഹാക്കൾക്ക് ഷെൽട്ടർ കൊടുക്കാനായിട്ടും, അത് ദളിതരായാലും നായരായാലും എന്ത് ജാതിയായാലും കൊള്ളാം, ഈ ഒരു വിഷയത്തിൽ ഈഴവനായൊരു മുതലാളിക്കെതിരെയാണ് സമരം നടക്കുന്നത് എന്നതിനെ മുൻനിർത്തി തന്നെയായിരുന്നു ആ സഹകരണം. കാരണം അവരും ഈ പറയുന്ന രീതിയിൽ ഒരു സാമൂഹികമായിട്ടല്ല, സാമ്പത്തികമായ രീതിയിൽ ഒരു മർദ്ദനം, അടിച്ചമർത്തൽ അനുഭവിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ ഈഴവ പ്രമാണിത്വത്തിന് മുമ്പിൽ. മുൻപൊരു കാലത്ത് ഇവരായിരുന്നു പ്രമാണിമാരെങ്കിലും ആ കാലഘട്ടമാകുമ്പോഴത്തേക്കും ആ പ്രാമാണിത്യം നഷ്ടപ്പെടുകയും ഈഴവ പ്രമാണിമാർ മേൽക്കൈ നേടുകയും ചെയ്തൊരു സാഹചര്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാതിയും വർഗവും ഒരു പരസ്പര ബന്ധമാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഈ ഈഴവ പ്രമാണിമാർക്കെതിരെയുള്ള സമരത്തിൽ ദളിതരായിട്ടുള്ള അവർ പങ്കാളികളാകുന്നത് വളരെ സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവർ അടിച്ചമർത്തപ്പെടുന്നൊരു ശക്തി തന്നെയായിരുന്നു. എന്തിനാണ് ഈ നായർ കുടുംബങ്ങൾ ഇങ്ങനെ പങ്കാളികളാകുന്നത് എന്നതായിരുന്നു ഞങ്ങൾ ചിന്തിപ്പിച്ചൊരു കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു അടിവേര് കിടക്കുന്ന അവിടെയായിരുന്നു. ഒരു കാലത്തുണ്ടായിരുന്ന പ്രമാണിത്വം നഷ്ടപ്പെടുകയും ഈഴവർ തിരിച്ച് പ്രമാണിമാരാവുകയും അവർ ആധിപത്യം ചെലുത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം, ഇവർ സാമ്പത്തികമായിട്ടും മറ്റൊക്കെ കുറേ പുറകോട്ട് പോവുകയും സാമൂഹ്യ പദവി, നായരത്വത്തിൻ്റെ സാമൂഹ്യ പദവിയും അംഗീകാരമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ആ പ്രദേശത്ത് ഒരു എന്താ പറയുക, വോയിസ് ഇല്ലാത്തൊരവസ്ഥ, അവരാരും ഗണിക്കാത്തൊരവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ഒരു പശ്ചാത്തലം ഒരുക്കി. അപ്പോൾ ഈ രീതിയിൽ വീണ്ടും വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ നാഗ്പൂരായാലും കൊള്ളാം, ആന്ധ്രാപ്രദേശിലായാലും ശരി, ഇതേപോലെ പല അനുഭവങ്ങളും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ പറയുന്ന ദളിതരുടെ സമരങ്ങളുമായി ഐക്യപ്പെടാൻ, പങ്കാളികളാകാനല്ല, ഐക്യപ്പെടാനായിട്ട്, അതിന് മറ്റു രീതിയിൽ എന്തെങ്കിലും സഹായിക്കാനായിട്ട് സവർണർ തയ്യാറാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ മറ്റു ചില സന്ദർഭങ്ങളിൽ പിന്നാക്ക ജാതികൾ തയ്യാറാകുന്നൊരവസ്ഥ. അപ്പോൾ അവിടെയൊക്കെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി വൈരുദ്ധ്യങ്ങൾ, അതിൻ്റെ ചലനക്രമം ഇത്തരമൊരു ഐക്യം രൂപപ്പെടുത്തുന്നതിൽ, അല്ലെങ്കിൽ ചില സന്ദർഭങ്ങൾ അതിനെ തടസ്സപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ടെന്നത് വളരെ വ്യക്തമാണ്. ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ വ്യക്തത ആർജിക്കാൻ കഴിയുന്നത് പിന്നീട് ഡോക്ടർ അംബേദ്കറുടെ കൃതികളെക്കുറിച്ചുള്ള പഠനത്തിലൂടെയും അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ CS മുരളി പറഞ്ഞതുപോലെ സബ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ ശ്രദ്ധേയമായിരുന്ന ഡോക്ടർ അംബേദ്കറുടെ പഠന വിഷയമായിരുന്നൊരു ഗ്രന്ഥം ജാതി നശീകരണം എന്നുള്ള ഗ്രന്ഥമായിരുന്നു. ജാതിയുടെ പരിഷ്കരണമല്ല, നശീകരണം തന്നെയാണ് വേണ്ടത് എന്നുള്ള കൃത്യമായൊരു നിലപാട് ആ കൃതിയിലുണ്ട്. ഗാന്ധിയൻ പരിഷ്കരണവാദത്തിൻ്റെയും മറ്റൊക്കെ അതിന് വിരുദ്ധമായി, അതിന് നേർ വിപരീതമായി, അതിനെ പരിഷ്കരിച്ചിട്ട് നിലനിർത്തേണ്ട ഒരു കാര്യമല്ല, അങ്ങനെ പരിഷ്കരിക്കാൻ കഴിയില്ല, അതിനെ അത് നശിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് അസംദിഗ്ധമായി ആ കൃതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രസംഗം, അതൊരു പ്രസംഗമായിരുന്നു, അത് അവതരിപ്പിക്കാനായിട്ട് ക്ഷണിച്ച ഡോക്ടർ അംബേദ്കറോട് അതിൻ്റെ സംഘാടകർ പിന്നെ ഇത് ഈ പരിപാടി ഇവിടെ പറ്റില്ല, നിങ്ങളിത് മാറ്റി എഴുതണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അദ്ദേഹം അതിനെ വിസമ്മതിക്കുകയും അതിനെ തുടർന്നാണ് സ്വന്തമായിട്ട് അത് അച്ചടിച്ചിറക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആ ജാതി നശീകരണം എന്നുള്ള കൃതിയിൽ ജാതി പരിഷ്കരണം സാധ്യമല്ല എന്നുള്ള വിശദമായിട്ടുള്ള വാദഗതികളിലൂടെ സ്ഥാപിക്കുമ്പോൾ തന്നെ ബ്രാഹ്മണ്യത്തിന് ഡൈനമൈറ്റ് വയ്ക്കണം, ഹിന്ദു ആശയ മറ്റതിനൊക്കെ തന്നെ ഡൈനമൈറ്റ് വയ്ക്കണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതില്ലാത്തിടത്തോളം കാലം, അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ജാതി മാറി അന്തർജാതി വിവാഹങ്ങളിലൂടെയോ അല്ലെങ്കിൽ പന്തിഭോജനത്തിലൂടെയോ ഒന്നും ജാതി ഇല്ലാതാകാൻ പോകുന്നില്ല, അതൊക്കെ ആവശ്യം തന്നെ, നല്ല കാര്യം തന്നെയെന്ന് പറയുമ്പോൾ തന്നെ അതൊരു പരിഹാരമാകുന്നില്ല. ഈ വിശ്വാസ സംഹിതകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഹിന്ദുക്കൾക്ക് ജാതിയിൽ നിന്നൊരു മോചനം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെയാണ് തകർക്കേണ്ടത് എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. പക്ഷെ അവിടെ വരുന്നൊരു പ്രശ്നം, ഇതിനു മുമ്പ് നമ്മുടെ പഴയ ചരിത്രം നോക്കുകയാണെങ്കിൽ, ഈ ഉപഭൂഖണ്ഡത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ വളരെ മൗലികമായ രീതിയിൽ
ബ്രാഹ്മണ്യത്തിൻ്റെ ആശയ സംഹിതയെ, വിശ്വാസങ്ങളെ, പ്രമാണങ്ങളെ ചോദ്യം ചെയ്ത ശക്തമായ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം 12-ാം നൂറ്റാണ്ടിലെ കർണാടകത്തിലെ ബസവൻ്റെ പ്രസ്ഥാനമാണ്. ശൈവ ഭക്തനായിരിക്കെ തന്നെ ബസവൻ്റെ ശിവനും ശൈവ വിശ്വാസവും തീർത്തും വ്യത്യസ്തമായൊന്നായിരുന്നു. വളരെ മൗലികമായി വ്യത്യസ്തമായൊന്നായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ തന്നെ ബൗദ്ധ ജൈന ദാർശനിക പദ്ധതികളിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള അതിൻ്റെ തന്നെ ഒരു സങ്കലനവും കൂടി അതിലുണ്ടായിരുന്നു. അപ്പോൾ വളരെ മൗലികമായ രീതിയിൽ തന്നെ ബ്രാഹ്മണ്യത്തിൻ്റെ വിവിധ അംശങ്ങളെ ചോദ്യം ചെയ്യും. സ്ത്രീ പീഡനത്തിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, അതിൻ്റെ ബ്രാഹ്മണ്യ പൂജയുടെ കാര്യത്തിലായാലും കൊള്ളാം, ക്ഷേത്ര സംസ്കാരത്തിൻ്റെ പ്രശ്നത്തിലായാലും കൊള്ളാം, ഇനി ശിവൻ്റെ തന്നെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥാപിതമായ ശൈവഭക്തിയുടെ ഒരു പ്രധാന ബിംബമായിട്ടുള്ള കൈലാസ പർവ്വതത്തിനെ പൂജിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളായാലും കൊള്ളാം. ഏത് തലത്തിൽ നോക്കിക്കഴിഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് തന്നെ അതിനെ ഖണ്ഡിക്കുകയും വളരെ ലളിതമായ വചനങ്ങളിലൂടെ സാധാരണ ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വചനങ്ങളിലൂടെ അതിനൊക്കെ ഖണ്ഡിക്കുകയും തൊഴിലിൻ്റെ മഹാത്മ്യം പ്രകീർത്തിക്കുകയും ചെയ്യുന്നതായിരുന്നു ബസവൻ്റെ ചിന്താപദ്ധതി. എൻ്റെ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വചനത്തിൽ വിറകുവെട്ടുകാരനും അലക്കുകാരനും അതുപോലെ തന്നെ മറ്റു കായിക അധ്വാനം ചെയ്യുന്നവരൊക്കെയാണ് എൻ്റെ ഗുരുക്കന്മാർ എന്ന് ബസവൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു പഴയ ഗുരു പാരമ്പര്യത്തിൻ്റെ ആ ഒരു ധാരയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായൊരു നിലപാടായിരുന്നു. അതേപോലെ തന്നെ കായകമേ കൈലാസം, അധ്വാനമാണ് കൈലാസം. കൈലാസം എന്ന് പറഞ്ഞാൽ ശൈവ സങ്കല്പത്തിൽ ഉദാത്തമായിട്ടുള്ള സ്വർഗത്തിൻ്റെ ഒരു തലത്തിൽ നിൽക്കുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ കായകമേ കൈലാസം, അധ്വാനമാണ് യഥാർത്ഥത്തിൽ കൈലാസമെന്ന് ഒരു നിലപാട് ബസവൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര മൗലികമായ ഒരു സംഭവവും ആ അതിൻ്റെ വികാസഗതിയിൽ ഒരു ബ്രാഹ്മണ ജാതിയിൽ ജനിച്ച ഒരു യുവതിയെ ശൂദ്രജാതിയിൽ ജനിച്ച ഒരു യുവാവ് വിവാഹം കഴിക്കുന്ന ഇതിലെത്തിച്ചേരുന്ന സന്ദർഭത്തിൽ അതിനെ അടിച്ചമർത്താനായിട്ട് അന്നത്തെ രാജാവ് ശ്രമിക്കുകയും അതിനെതിരെ വലിയൊരു ജനകീയ കലാപം തന്നെ പൊട്ടിപ്പുറപ്പെടുകയും മറ്റേ ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത്ര വളരെ മൗലികമായൊരു ബ്രാഹ്മണ്യ വിരുദ്ധ നിലപാടോടുകൂടി തന്നെ സാമൂഹ്യമായി തന്നെ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. പക്ഷേ അതിൽ നിന്നിട്ടാണ് ലിംഗായത്ത് എന്ന പേരിലുള്ള പ്രസ്ഥാനം ഉയർന്നു വരുന്നത്. പക്ഷേ ആ ലിംഗായത്ത് പ്രസ്ഥാനത്തിൽ പോകെ ഒരു ബസവൻ്റെ മരണത്തിന് ശേഷം 2-3 നൂറ്റാണ്ടിന് ശേഷം വീണ്ടും അതിൽ തന്നെ ജാതികൾ രൂപം കൊള്ളുകയും ലിംഗായത്ത് ബ്രാഹ്മണരും ലിംഗായത്ത് ശൂദ്രരും ലിംഗായത്ത് മുടിവെട്ടുകാരും ലിംഗായത്ത് ദളിതരും അങ്ങനെ പല പല തരങ്ങളായിട്ടത് തിരിയുകയും ചെയ്യുന്നൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ ഒന്നാണ് നാനാക്കിൻ്റെ സിഖ് ദർശനത്തിൽ നമ്മൾ കാണുന്നത്. ബ്രാഹ്മണ്യത്തിൻ്റെ പല നിലപാടുകളെയും ചോദ്യം ചെയ്യുന്ന ഒന്നായിരുന്നു സിഖ് ദർശനം, നാനാക്ക് മുന്നോട്ട് വെച്ച ആശയങ്ങൾ. പക്ഷേ അത് സ്ഥാപിതമായതിനു ശേഷം വാസ്തവത്തിൽ ആദ്യത്തെ മുഗൾ അടിച്ചമർത്തലിനെതിരെയുള്ള പ്രതിരോധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുക്കുമ്പോൾ അതിനു വേണ്ടി ഒരു സംഘം ഖാൽസ രൂപീകരിക്കുമ്പോൾ സന്ത് അർജുൻ 5 ആൾക്കാരുടെ ബലിയാണ് ആവശ്യപ്പെടുന്നത് ആൾക്കൂട്ടത്തോട്. അവരെ ഓരോരുത്തരെ ഒരു കൂടാരത്തിലേക്ക് കൊണ്ടുപോയി ചോര ഉറ്റുന്നൊരു വാളുമായിട്ട് പുറത്തേക്ക് വന്ന് അവരെ കൊന്നൊടുക്കിയെന്നുള്ള ബലി കൊടുത്തു എന്നുള്ള ഒരു ദൃഷ്ടാന്തമായിട്ട് ആ 5 പേരും പഞ്ച് പ്യാര എന്നാണ് സിഖ് മതത്തിൽ അവരെ വിശേഷിപ്പിക്കുന്നത്. 5 പേരും അടിച്ചമർത്തപ്പെട്ട ജാതികൾ, മർദ്ദിത ജാതികളിൽ പെടുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു അടിത്തറയിൽ നിന്ന് ഉയർന്നു വന്ന സിഖ് മതത്തിൽ വീണ്ടും ജാതി വന്നു. മസ്ബി സിഖ് എന്ന് പറയുന്ന ഒരു ദളിത് വിഭാഗം ഇന്ന് ശക്തമായി അടിച്ചമർത്തപ്പെടുന്നൊരു വിഭാഗമാണ്. പലതരത്തിലുള്ള മേൽജാതി സിഖുകളുടെ മർദ്ദനവും അടിച്ചമർത്തലും നേരിടുന്നുണ്ട്. ചിലയിടത്തേക്ക് വ്യത്യസ്ത ഗുരുദ്വാരകൾ പോലും ഉണ്ട് അവരുടെ ജാതി തിരിച്ചിട്ടുള്ള അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ. അപ്പം ഹിന്ദുമതത്തിൻ്റെ ദർശനങ്ങൾക്കും ആശയങ്ങൾക്കും ഡൈനമൈറ്റ് വച്ച പ്രസ്ഥാനങ്ങൾക്ക് ഇതെന്തുകൊണ്ട് സംഭവിച്ചു, അതിനിയും ആവർത്തിക്കില്ല എന്നെന്താണ് ഉറപ്പുള്ളത്? അപ്പോൾ അവിടെ നമ്മൾ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ഈ പ്രസ്ഥാനങ്ങൾക്കകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു വർഗ ധ്രുവീകരണത്തിൻ്റെ, വർഗപരമായൊരു മാറ്റത്തിൻ്റെ ഒരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റും. കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം അത് വിജയനഗര സാമ്രാജ്യത്വത്തിൻ്റെ സ്ഥാപനവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യം.
വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് ആദ്യമായിട്ട് ലിംഗായത്ത് പ്രസ്ഥാനത്തിൻ്റെ ബസവൻ്റെ കാലഘട്ടത്തിലെ ദാർശനിക സംവാദങ്ങളുടെ സമാഹാരം എന്ന പേരിൽ ശൂന്യ സമ്പാദന എന്ന് പറയുന്ന ഒരു ഗ്രന്ഥ പരമ്പര തയ്യാറാക്കുന്നത്. പക്ഷെ ആ ശൂന്യ സമ്പാദനയെ വായിച്ചു കഴിഞ്ഞാൽ വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ബസവൻ്റെ കാലത്തുണ്ടായിരുന്ന വചന സാഹിത്യത്തിൽ നിന്ന് എത്രയോ അകലെയാണത് എന്നുള്ളതാണ്. ബസവൻ്റെ കാലത്തുള്ള വചന സാഹിത്യം എന്ന് പറയുന്നത് വളരെ ലളിതമായ കന്നഡയിൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ആണ് വിവിധ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കായകമേ കൈലാസം എന്നൊക്കെയുള്ള തരത്തിലുള്ള ചൊല്ലുകളിലൂടെ വളച്ചുകെട്ടൊന്നുമില്ല, നേരെ ചൊവ്വയാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു വചനത്തിൽ പറയുന്നുണ്ട്, ചലിക്കുന്നത് മാത്രമേ നിലനിൽക്കുള്ളൂ, നിലനിൽക്കുന്നതെല്ലാം നശിക്കുമെന്ന്. ഒരു വൈരുദ്ധ്യാത്മക ചിന്തയാണത്. അതിനെ മുൻനിർത്തി തന്നെയാണ് ക്ഷേത്രങ്ങളെ നിരാകരിക്കുന്നത്, സ്ഥിരമായിട്ടുള്ള ക്ഷേത്രങ്ങളെ നിരാകരിക്കുന്നത്. ലിംഗായത്തിൻ്റെ പ്രചാരകരായിട്ടുള്ള പുരോഹിതരെന്ന് പരിഗണിക്കപ്പെട്ടിരുന്ന ആൾക്കാരെ ഒരു ദിവസം മാത്രമേ ഒരു ഗ്രാമത്തിൽ തങ്ങാവൂ, അതിൽ കൂടുതൽ നിൽക്കരുത് എന്നുള്ള നിബന്ധന ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബുദ്ധ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഒരു ആശയമാണ്, ബൗദ്ധ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നൊരു ആശയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രസ്ഥാനത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ലാളിത്യം നേരിട്ട് ജനങ്ങളായിട്ട് സംവദിക്കാനുള്ള അതിൻ്റെ ശേഷി ഈ പറയുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ സമാഹരിക്കപ്പെട്ട ശൂന്യ സമ്പാദനയിൽ എത്തുമ്പോഴത്തേക്കും അങ്ങേയറ്റം ജടിലമായിട്ടുള്ള ഭാഷയും അങ്ങേയറ്റം ജടിലമായിട്ടുള്ള വളരെ അമൂർത്തമായിട്ടുള്ള കുറേ ചിന്തകളും മറ്റൊക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിയുക. അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ആ സാമ്രാജ്യ രൂപീകരണത്തിൻ്റെ അതിലേക്ക് എത്തിച്ചേർന്ന വർഗപരമായ ഉന്നതിയുടെയും വർഗപരമായ ദൃഢീകരണത്തിൻ്റെയും പ്രതിഫലനം തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയും. സിഖ് മതത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിഖ് മതവിഭാഗത്തിനിടയിൽ തന്നെ ഒരു ക്ഷത്രിയ വിഭാഗം എന്ന് പറഞ്ഞൊരു വിഭാഗം മാറുന്നതും പ്രാദേശികമായിട്ടുള്ള അധികാരം കൈയാളുന്ന അവസ്ഥയിലേക്ക് അവർ വരുന്നതും ചിലപ്പോൾ മുഗൾ സാമ്രാജ്യവുമായിട്ട് സന്ധി ചെയ്തും ചിലപ്പോൾ എതിർത്ത് നിന്നുകൊണ്ടാണെങ്കിലും ഒരു അധികാര രൂപമായിട്ട് അതിനെ മാറ്റിയെടുക്കുന്നത്, അതിൻ്റെ ഒരു ആശയശാസ്ത്രമായിട്ട് അതിനെ മാറ്റിയെടുക്കുന്നതോടുകൂടിയാണ്. അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പറയുന്ന ജാതി വിഭജനം വീണ്ടും അതിൻ്റെ അകത്ത് പ്രത്യക്ഷപ്പെടുന്നത്. കാരണം മർദ്ദിതരെ നിയന്ത്രിക്കാൻ, മർദ്ദിതരെ ചൂഷണം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ചിന്താ പദ്ധതിയാണ് ജാതി നൽകുന്നത്. ഡോക്ടർ അംബേദ്കർ നിരീക്ഷിച്ചതുപോലെ ജാതി വെറും തൊഴിൽ വിഭജനമല്ല, തൊഴിലാളികളുടെ വിഭജനവും കൂടിയാണ്. അപ്പോൾ അങ്ങനെ തൊഴിലാളികളെ വിഭജിച്ച്, മർദ്ദിതരെ വിഭജിച്ച് നിർത്തിക്കൊണ്ട് അവരെ ചൂഷണം ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഈ സമ്പ്രദായത്തിലെ ഒരു ചൂഷക വിഭാഗവും ഒരിക്കലും കൈയൊഴിഞ്ഞിട്ടില്ല. നമ്മളുടെ ഇവിടുത്തെ ഉപഭൂഖണ്ഡത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് ബൗദ്ധ കാലഘട്ടമായാലും കൊള്ളാം, മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഇസ്ലാമിൻ്റെ വിശ്വാസികളായിട്ടുള്ള രാജാക്കന്മാരുടെ ഭരണകാലം, വിവിധ സുൽത്താനേറ്റുകൾ മറ്റു മറിച്ചൊക്കെ മുഗൾ സാമ്രാജ്യം വരെയുള്ള കാലഘട്ടമായാലും നോക്കിയാലും ശരി, ശ്രീലങ്കയിലെ ബൗദ്ധ ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള സിൻഹള സമൂഹത്തിൻ്റെ അവസ്ഥ നോക്കിയാലും, മയാൻമാറിലെ വീണ്ടും ബൗദ്ധ വിശ്വാസങ്ങൾക്ക് ഭരണകൂടമായിട്ട് നേരിട്ട് ബന്ധമുള്ള മയാൻമാറിലെ സാമൂഹ്യ വ്യവസ്ഥ നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ തന്നെ, നേപ്പാളിലായാലും ശരി, അവിടെയൊക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ജാതിയുടെ സാന്നിധ്യം ശക്തമായി തന്നെ നിലനിൽക്കുന്നത് കാണാൻ പറ്റും. നമ്മളുടെ ഇവിടുത്തെ അതേ രൂപത്തിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. പാകിസ്ഥാനിൽ ഇസ്ലാമിക രാജ്യമാണെന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷെ വളരെ കൃത്യമായിട്ടും ജാട്ട് മുസ്ലിമും ബനിയ മുസ്ലിമും മറ്റു മറിച്ചൊക്കെ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ദളിതരായിട്ടുള്ള മുസ്ലിങ്ങളും ഉണ്ട്. അതിൽ നല്ലൊരു വിഭാഗം ക്രിസ്ത്യാനികളായിട്ട് മതം മാറി പണ്ട് കാലത്ത് മുതൽ തന്നെ, ബ്രിട്ടീഷ് കൊളോണിയൽ ആധിപത്യ കാലഘട്ടത്തിൽ. പക്ഷേ അല്ലാത്ത മുസ്ലിങ്ങളുമുണ്ട്. അപ്പോൾ ഏത് മതം എടുത്ത് നോക്കിയാലും ശരി, ഏത് വിശ്വാസ സമ്പ്രദായം എടുത്ത് നോക്കിയാലും ശരി, ചൂഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായ ഒരു മർദ്ദക സംവിധാനവും ചിന്താ പദ്ധതിയുമാണ് ജാതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാതിയെ നശിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മർദ്ദക സംവിധാനത്തെ, ഈ ചൂഷക സംവിധാനത്തെ തന്നെ കടമുഴുക്കി എറിയേണ്ട കാര്യമുണ്ട്. അതിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് നമ്മൾ അതിൻ്റെ ആശയശാസ്ത്രത്തെ, ചിന്താ പദ്ധതികളെ, വിശ്വാസങ്ങളെ ഡൈനമൈറ്റ് വെച്ചതുകൊണ്ട് അതില്ലാതാകാൻ പോകുന്നില്ല എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ആവർത്തിച്ച് സംഭവിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടൊന്നും അല്ലാതെ അതിനൊരു ശ്രമം ഉണ്ടായിട്ടുള്ളത്.
പക്ഷെ എത്ര ശ്രമിച്ചാലും ശരി വീണ്ടും അത് ആ ബ്രാഹ്മണ്യം തന്നെ കടന്നു വന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതില്ലാതാകണമെങ്കിൽ ആ ബ്രാഹ്മണ്യത്തിന് ഉയർന്നു വരാൻ കഴിയുന്ന വളക്കൂറുള്ള മണ്ണായിട്ടുള്ള ചൂഷണ വ്യവസ്ഥിതികളെ, മർദ്ദക വ്യവസ്ഥിതികളെ എല്ലാ തരത്തിലും, വെറും സാമ്പത്തിക ചൂഷണത്തിൻ്റെയും അല്ലെങ്കിൽ സാമ്പത്തിക മർദ്ദനത്തിൻ്റെയും പ്രശ്നം മാത്രമല്ല, ലിംഗമർദ്ദനമായാലും കൊള്ളാം, വംശീയ മർദ്ദനമായാലും കൊള്ളാം, ദേശീയ മർദ്ദനമായാലും ശരി, ചൂഷണത്തിൻ്റെയും മർദ്ദനത്തിൻ്റെയും ആയിട്ടുള്ള എല്ലാ സമ്പ്രദായങ്ങളെയും, എല്ലാ ചിന്തകളെയും, അതിനൊക്കെ അടിത്തറ ഒരുക്കുന്ന എല്ലാ സാമൂഹ്യ ബന്ധങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് മാത്രമേ ജാതി നശീകരണം എന്നുള്ളത് സാധ്യമാവുകയുള്ളൂ. അവിടെയാണ് വർഗപരമായൊരു നിലപാടിൻ്റെ പ്രസക്തി വരുന്നത്. കാരണം ഒരു വർഗ സമൂഹത്തിൽ, മർദ്ദനവും നിലനിൽക്കുന്നൊരു സമൂഹത്തിൽ ചൂഷണത്തിൻ്റെയും മർദ്ദനത്തിൻ്റെതുമായിട്ടുള്ള എല്ലാ രൂപങ്ങളും, ഒന്നൊഴിയാതെ എല്ലാ രൂപങ്ങളും ആ ചൂഷക സംവിധാനത്തെയാണ് സേവിക്കുന്നത്. ആ ചൂഷക സംവിധാനത്തിന് നേട്ടം കൊയ്യുന്ന ചൂഷക വർഗങ്ങളാണ് അവരുടെ വർഗ താല്പര്യത്തിനനുസൃതമായി അനുയോജ്യമായ രീതിയിൽ അതിനെ പരുവപ്പെടുത്തുകയോ നിലനിർത്തുകയോ പരിഷ്കരിക്കുകയോ ചെയ്യുന്നു. ഇവിടെ ഡോക്ടർ മാധവൻ്റെ പേപ്പറിൽ ഒരു വിഷയം ഉന്നയിക്കുന്നുണ്ട്. അതായത് കൊളോണിയൽ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട്, പ്രത്യേകിച്ച് അവരുടെ പൗരസ്ത്യവാദ ചിന്തയുടെയൊക്കെ ഫലമായിട്ട് രാഷ്ട്രീയം സാമൂഹികം എന്ന് പറഞ്ഞിട്ടുള്ള വേർതിരിവ് ഇവിടെ ഉണ്ടാക്കിയെടുത്തു. രാഷ്ട്രീയ വിഷയങ്ങളൊന്ന്, സാമൂഹിക വിഷയങ്ങൾ വേറൊന്ന്, അത് വേറൊരു കാര്യം എന്നുള്ള മറ്റുള്ളൊരു വേർതിരിവ് ഉണ്ടാക്കിയെടുത്തു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെന്ന് പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന രാഷ്ട്രീയം ആണ് കാര്യം എന്ന മറ്റുള്ള അതിലേക്ക് കേന്ദ്രീകരിക്കുകയും സാമൂഹികമായിട്ടുള്ളതിനെ അവഗണിക്കുകയും ചെയ്തു. സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ പ്രശ്നം അവർ കൈയടിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ആ വേർതിരിവിൻ്റെ കാര്യം പറഞ്ഞ് വളരെ ശരിയാണ്. ഈ രാഷ്ട്രീയം സാമൂഹികം എന്ന് പറഞ്ഞ് വേർതിരിക്കുന്നതിൻ്റെ പ്രശ്നം അത് ഒരു നല്ലൊരു വിഷയം ചൂണ്ടിക്കാണിക്കുക, നല്ലൊരു തിരിച്ചറിവാണത്. കാരണം ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ സഹോദരൻ അയ്യപ്പൻ, നാരായണ ഗുരു, ഡോക്ടർ അംബേദ്കർ മുതൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന നിലയ്ക്കാണ് വിശേഷിപ്പിക്കപ്പെടാറ്. രാഷ്ട്രീയ ചിന്തകർ എന്നുള്ള നിലയ്ക്കല്ല വിശേഷിപ്പിക്കപ്പെടാറ്. പക്ഷെ അതെല്ലാം അവർ മുന്നോട്ട് വെച്ച സാമൂഹ്യ ചിന്ത, അതിനൊരു രാഷ്ട്രീയമുണ്ട്. അടിസ്ഥാനപരമായി ഇവിടുത്തെ രാഷ്ട്രീയത്തിന് ബന്ധങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്നൊരു കാര്യമാണത്. പക്ഷെ അതേസമയം തന്നെ ആ രണ്ടാമത്തെ കാര്യം അവർ സാമൂഹ്യ പരിഷ്കരണത്തിൽ ശ്രദ്ധിച്ചില്ല, അത് കൈകാര്യം ചെയ്തില്ല എന്ന് പറയുന്നത് അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കൃത്യമായിട്ട് സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ഒരു പങ്ക് അവർക്കുണ്ട്. ഡോക്ടർ അംബേദ്കറിൻ്റെ ഈ ജാതി നശീകരണം എന്ന കൃതിയിലും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ ആ പരിഷ്കരണം എന്ന് പറയുന്നത് അവരുടെ ജാതീയമായിട്ടുള്ള ആവശ്യങ്ങൾ, കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ പുതിയ സാധ്യതകൾ ഉപയോഗിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന സവർണ ജാതീയ ആചാരങ്ങൾ, ബ്രാഹ്മണരുടെ ആയാലും കൊള്ളാം, ക്ഷത്രിയരുടെ ആയാലും ശൂദ്രരുടെ ആയാലും ശരി, അവരുടെ ജാതി ആചാരങ്ങളെ പരിഷ്കരിക്കുക എന്നതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പരിഷ്കരണം എന്നുള്ള കണ്ടിരുന്നത്. ബാലവിവാഹം, അതുപോലെ തന്നെ സതി, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ഇതൊന്നും ഇവിടുത്തെ ബഹുഭൂരിഷം വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല, സവർണരെ ബാധിക്കുന്ന കാര്യങ്ങളായിരുന്നു. അതുപോലെ യാത്രയ്ക്കുള്ള വിലക്കുകൾ, കടൽ സഞ്ചാരത്തിനുള്ള വിലക്കുകൾ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ആചാരങ്ങളും ജാത്യാചാരങ്ങൾ കൊളോണിയൽ കാലഘട്ടം സൃഷ്ടിച്ച പുതിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിന് ഈ സവർണർക്ക് തന്നെ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പരിഷ്കരണം അവർക്കൊരു ആവശ്യമായിട്ടൊരു വിഭാഗം മനസ്സിലാക്കുകയും അതിനുവേണ്ടി രാജാ റാംമോഹൻ റായ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ തന്നെ ആ ദിശയിൽ പ്രവർത്തിച്ചത്. ഇപ്പോൾ ഇതിൽ ഈ പേപ്പറിലൊരു ഇന്ത്യൻ സോഷ്യൽ കോൺഫറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. കോൺഗ്രസിനോടൊപ്പം തന്നെ സമ്മേളനം കൂടിയിരുന്നു എന്നും പിന്നീട് കോൺഗ്രസ് അവരെ പുറത്താക്കിയെന്നുള്ളത് അത് ശരിയാണ്. പക്ഷേ ഇന്ത്യൻ ഈ പറയുന്ന സോഷ്യൽ കോൺഫറൻസ് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു. ഇപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു അതിൻ്റെ ഒരു പ്രധാന നേതാവ്. തുടക്കം മുതലേ തന്നെ കോൺഗ്രസിൻ്റെ രൂപീകരണ കാലഘട്ടം മുതലേ തന്നെ ഉറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു ഗോഖലെ. ഗോഖലെയാണ് ഗാന്ധിയെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരുന്നത് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കണം എന്നുള്ള എനിക്ക്. ഇടക്കാലത്ത് ടിളക്കിനെ പോലെയുള്ള ചിലർ, നമ്മുടെ ലാൽ ബാൽ പാൽ എന്ന സാധാരണ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്, ലാലാ ലജ്പത് റായ്, അതുപോലെ തന്നെ ലോകമാന്യ ടിളക്, പിന്നെ മറ്റേ കൽക്കത്തയിലൊരു ചങ്ങാതി ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. ഇവർ മൂന്നുപേരും ആണ് തീവ്രവാദികൾ എന്ന നിലയ്ക്ക് അറിയപ്പെട്ടിരുന്നത്. തീവ്രവാദികൾ എന്ന പേരിൽ ഇവർ അറിയപ്പെടാനുള്ള കാരണം
അതുവരെയും കോൺഗ്രസ് പാലിച്ചു കൊണ്ടിരുന്ന പെറ്റീഷൻ എഴുത്തിന് പകരം അത്യാവശ്യം ചില സമരമാർഗങ്ങൾ, തെരുവിലിറങ്ങി ചില പ്രക്ഷോഭങ്ങളൊക്കെ ആകാം, സമ്മർദ്ദം ചെലുത്തേണ്ട അതിനൊരു ആവശ്യമുണ്ട് എന്നൊരു നിലപാട് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ തീവ്രവാദികളെന്ന് പറയുന്നത്. മറിച്ച് ഗോഖലെ പോലുള്ള ആൾക്കാരെ മിതവാദികളായിട്ടാണ് പരിഗണിച്ചിരുന്നത്. കഴിഞ്ഞ് പഴയ കോൺഗ്രസിൻ്റെ ആ പാരമ്പര്യം തുടരുകയാണോ ചെയ്തത്, പെറ്റീഷൻ എഴുത്തും പരിപാടിയൊക്കെ. അതോടൊപ്പം തന്നെ ടിളക്കനെ പോലുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള സാമൂഹ്യ പരിഷ്കരണങ്ങളോട് ശക്തമായ എതിർപ്പും ഉണ്ടായിരുന്നു. സാമൂഹ്യ പരിഷ്കരണം തീരെ വേണ്ടെന്നല്ല തിളക്ക് പറഞ്ഞിരുന്നത്. തിളക്കിൻ്റെ എഴുത്തുകൾ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാമൂഹ്യ പരിഷ്കരണം ബ്രാഹ്മണരാണ് നടപ്പാക്കേണ്ടത്, അല്ലാതെ സായിപ്പ് നിർദ്ദേശിക്കുന്ന പോലെയല്ല ചെയ്യേണ്ടത്. വേണ്ടെന്നല്ല, പക്ഷേ ബ്രാഹ്മണർ നടപ്പാക്കണം. അവർ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന അധികാര സ്ഥാനങ്ങൾ വരുന്നതിന് ശേഷം അവർ ചെയ്യും. അപ്പോൾ അതുവരെയും തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ എന്നായിരുന്നു തിളക്കിൻ്റെ നിലപാട്. മറിച്ച് ഗോഖലെയും കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഉടനെ തന്നെ ചില പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സവർണരുടെ തന്നെ വികാസത്തിന്, പുതിയ സാധ്യതകൾക്കനുസരിച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് തടസ്സം നിൽക്കുന്നു എന്നുള്ള നിലയ്ക്ക് തന്നെ അവരതിനെ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് തിളക്കും കൂട്ടരും ഗോഖലെയെ അടിച്ചോടിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അടിച്ചോടിക്കുക തന്നെയായിരുന്നു. ആ പന്തലൊക്കെ പൊളിച്ച് അടിച്ചോടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു വിഷയം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം സാമൂഹികമോ എന്നുള്ള വേർതിരിവ് തെറ്റാണ്. അതിനെ അങ്ങനെ കാണുന്നത് ഈ പറയുന്ന പൗരസ്ത്യവാദത്തിൻ്റെ ഒരു ഫലമായിട്ടുണ്ടായൊരു ചിന്തയാണ്. അതാണ് ഇവിടുത്തെ ഉപരിവർഗ്ഗങ്ങൾ ഏറ്റുപിടിച്ചിരിക്കുന്നത്. അത് ബോധപൂർവ്വം തന്നെ അതിന് തെറ്റിപ്പിരിയേണ്ട ആവശ്യമുണ്ടെന്ന് ഡോക്ടർ കെ.എസ്. മാധവൻ്റെ ആ നിരീക്ഷണം വളരെ ശരി തന്നെയാണ്. പക്ഷേ അവർ സാമൂഹ്യ പരിഷ്കരണത്തിന് ഏർപ്പെട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അവർ സാമൂഹ്യ പരിഷ്കരണത്തിന് ഏർപ്പെട്ടിരുന്നു അവരുടെ ജാതീയമായ വിലക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാനായിട്ട്, അത്രത്തോളം. പക്ഷെ അതിന് ഒരു ജനാധിപത്യപരമായ ഉള്ളടക്കം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനതിനെ സവർണ ജനാധിപത്യധാര എന്നാണ് സാധാരണ വിശേഷിപ്പിക്കാറുള്ളത്. ഒരു അവർണ ജനാധിപത്യധാരയും സവർണ ജനാധിപത്യധാരയും എന്ന് പറഞ്ഞ് രണ്ടായിട്ട് വേർതിരിച്ച് കാണേണ്ടതുണ്ട്. കാരണം ഇവിടെ നേരത്തെ ഉദ്ഘാടനം ചെയ്ത ടീച്ചർ ഒരു ഇത് പറയുണ്ടായി മലയാളി മെമ്മോറിയലിനെ കുറിച്ച്. അപ്പോൾ മലയാളി മെമ്മോറിയൽ കൃത്യമായിട്ടും സവർണരായിട്ടുള്ള നായന്മാരുടെ ജോലി സാധ്യതയുടെ പ്രശ്നമാണ് ഉന്നയിക്കുന്നത്. ഉള്ള ജോലിയെല്ലാം തമിഴ് ബ്രാഹ്മണരും മറ്റും കൈയടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ മലയാളികൾക്ക് ജോലി കിട്ടണമെന്ന് പറഞ്ഞ് മലയാളി എന്ന് പറഞ്ഞാൽ നായരാണ് അവിടെ. അപ്പോൾ വളരെ കൃത്യമായിട്ടൊരു സവർണ പക്ഷപാതത്തോടു കൂടി സങ്കുചിതമായൊരു സംഭവം തന്നെയാണ്. പക്ഷേ അതാണ് ആദ്യമായിട്ട് ഈ ഭൂപ്രദേശത്ത് ഒരു പൊതുപരിപാടി, പൊതുവായൊരു വിഷയം ഉന്നയിച്ചുകൊണ്ട് സമ്മേളനങ്ങൾ കൂടുക, ഹർജികൾ തയ്യാറാക്കുക മുതലായിട്ടുള്ള ഒരു പൊതുപരിപാടി നടത്തുന്നത് ആദ്യമായിട്ട് അതായിരുന്നു. തീർച്ചയായിട്ടും പൊതുപരിപാടികൾ എന്ന നിലയ്ക്കുള്ള അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള ഒരു തുടക്കം അത് കുറിക്കുന്നുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു തുടക്കം തന്നെ, ഒരു അതിന് മുതൽക്കൂട്ടുന്നൊരു കാര്യം തന്നെയാണ്. ഇത് രണ്ടും നമ്മൾ കാണേണ്ട ആവശ്യമുണ്ട്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര വളരെ മൗലികമായ രീതിയിൽ ഒരു പൊതുസ്ഥലം എന്നുള്ള പ്രശ്നത്തിനെ ഉന്നയിക്കുമ്പോൾ അവിടെ അടിസ്ഥാനപരമായിട്ടും ഇവിടെ നിലനിൽക്കുന്ന ബന്ധങ്ങളെ, സാമൂഹ്യ ബന്ധങ്ങളെയും അതുപോലെ തന്നെ സാംസ്കാരിക ബന്ധങ്ങളെയും രാഷ്ട്രീയ ബന്ധങ്ങളെയൊക്കെ തന്നെ അടിസ്ഥാനപരമായി മൗലികമായി ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. ഏറ്റവും അടിത്തട്ടിലുള്ള ആൾക്കാരുടെ വഴി നടക്കാനുള്ള അവകാശം എന്ന് പറയുമ്പോൾ അതൊരു പൊതുസ്ഥലത്ത് എന്ന് പറയുന്ന ഒരു നിർവചനം തന്നെ മാറ്റി തീർക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെ വളരെ മൗലികമായൊരു ജനാധിപത്യവൽക്കരണമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. മറ്റത് മൗലികമായൊരു ജനാധിപത്യവൽക്കരണം ആയിരുന്നില്ല. അത് ഈ പറയുന്നൊരു ജാതിയുടെ അവകാശങ്ങൾ മാത്രം പരിമിതപ്പെട്ടെത്തുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ അത് സംഘടിപ്പിച്ച രീതി ഈ പറയുന്ന ജനാധിപത്യ പ്രവർത്തനത്തിൻ്റെ ഒരു ആദ്യ സംരംഭം തന്നെയായിരുന്നു. അതൊരു ആ തരത്തിലൊരു വഴി തുറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെയും ഒരു ജനാധിപത്യ ധാരയായിട്ട്, പരിമിതമായാണെങ്കിൽ നിൽക്കുമ്പോൾ തന്നെ അതൊരു ജനാധിപത്യ ധാര എന്ന നിലയ്ക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ രാജാ റാംമോഹൻ റോയുടെ സതി നിരോധനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കൃത്യമായിട്ട് ബ്രാഹ്മണർക്കിടയിൽ മാത്രമല്ല വടക്കേ ഇന്ത്യയിലെ ചുരുക്കം ചില പ്രദേശങ്ങളിൽ മാത്രം നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആചാരത്തിന് ചോദ്യം ചെയ്യുമ്പോൾ അത് അവരുടെ മാത്രം ഒരു കാര്യമാണ്. പക്ഷെ അത് ചോദ്യം ചെയ്യുക എന്നുള്ളത് അതുവരെ ഉണ്ടായിരുന്ന എന്താ പറയുക, അന്ധമായിട്ട് എല്ലാവരും അത് പിൻപറ്റിക്കൊണ്ടിരുന്ന ഒരു കാര്യത്തെ അതങ്ങനെയല്ല, അതിനൊരു അടിസ്ഥാനമില്ല, അതില്ലാതാക്കണമെന്ന് ഒരു വാദഗതി ഉയർന്നു വരുമ്പോൾ അതുവരെയും ഉണ്ടായിരുന്ന അന്ധവിശ്വാസമായിട്ട് വിശ്വസിച്ചു കൊണ്ടിരുന്ന ചിന്തകളെയും മറ്റു കാര്യങ്ങളൊക്കെ പുനഃപരിശോധിക്കാനുള്ളൊരു പ്രേരണ അത് നൽകുന്നുണ്ട്. ഒരു അത്തരത്തിലൊരു വഴി അത് തുറന്നു വിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ അതിനെയും കൂടി ആ സാമൂഹിക പരിഷ്കരണങ്ങൾ നിഷേധിക്കുകയല്ല നമ്മൾ വേണ്ടത്,
അതിൻ്റെ പരിമിതി മനസ്സിലാക്കണം. അതൊരിക്കലും മൗലികമായൊരു ജനാധിപത്യവൽക്കരണ ദിശയിൽ പോയ കാര്യങ്ങളല്ല. പക്ഷേ അതേസമയം തന്നെ അതിലൊരു ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള ചില അംശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാനതിനെ സവർണ ജനാധിപത്യധാര, അവർണ ജനാധിപത്യധാര എന്നുള്ള എനിക്ക് വേർതിരിച്ച് കാണുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്ന പ്രശ്നം, ഇവിടെ വർഗവും ജാതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൗലികമായ മാറ്റങ്ങൾക്ക് വേണ്ടി ബ്രാഹ്മണ്യത്തിൻ്റെ ആചാരങ്ങളെ, വിശ്വാസങ്ങളെ, അതുപോലെ തന്നെ ബ്രാഹ്മണ്യത്തിനാൽ പിൻബലം കിട്ടിക്കൊണ്ട് നിലനിൽക്കുന്ന ജാതി ജന്മിത്വത്തിൻ്റെ ബന്ധങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ ആ പ്രസ്ഥാനങ്ങൾ ശക്തമായിട്ട് ഉയർന്നു വന്നെങ്കിൽ തന്നെയും അതിന് ആ ദിശയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അതിന് നേതൃത്വം കൊടുത്ത ശക്തികൾ തന്നെ, ആ വിഭാഗങ്ങൾ തന്നെ അതിന് വിപരീതമായിട്ട് മാറുകയും ജാതിയെയും മറ്റുമൊക്കെ തന്നെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സഹോദരൻ അയ്യപ്പൻ്റെ തന്നെ അനുഭവം നമ്മൾ നോക്കുക. സഹോദരൻ അയ്യപ്പനെ പൊലയൻ അയ്യപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം പൊലയരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പന്തി ഭോജനം, മിശ്ര ഭോജനം സംഘടിപ്പിച്ചതിൻ്റെ പേരിലായിരുന്നു സംഭവിച്ചത്. പിന്നീടുണ്ടായ സഹോദര പ്രസ്ഥാനം തിരുവിതാംകൂറിൽ പല പ്രദേശങ്ങളിലും ശക്തമായ ജാതിവിരുദ്ധ പ്രക്ഷോഭങ്ങളും പ്രസ്ഥാനങ്ങളും നടത്തിയിട്ടുണ്ട്. ഇനിയും വേണ്ട രീതിയിൽ രേഖപ്പെടുത്താത്തൊരു ചരിത്രമാണ്. ആ അവിടെ ഇവിടേക്കായിട്ട് നമുക്ക് അതിൻ്റെ പൊട്ടും പൊടിയൊക്കെ കാണാൻ കഴിയുക, അതിൻ്റെ വിവരങ്ങൾ. ആ പ്രസ്ഥാനങ്ങളെ എതിർക്കുന്നതിലൊരു പ്രധാന പങ്ക് വഹിച്ചത് ഈഴവ പ്രമാണിമാരാണ്. അതേപോലെ തന്നെ SNDPയെ ജനകീയമാക്കാനായിട്ട് അതിൻ്റെ അംഗത്വ ഫീസ് 25 പൈസയോ മറ്റൊക്കെ ആയിട്ട് കുറയ്ക്കണമെന്നുള്ള TK മാധവൻ്റെ നിർദ്ദേശത്തെ എതിർത്തത് ഈഴവ പ്രമാണിമാരാണ്. കാരണം ഒരു വശത്ത് അവർ നാരായണ ഗുരു മറ്റൊക്കെ തുടക്കം കുറിച്ച ജാതിവിരുദ്ധ പ്രസ്ഥാനത്തിന്, ജാതിവിരുദ്ധ ബോധത്തിനൊക്കെ തന്നെ പിന്തുണയ്ക്കുകയും മറ്റൊക്കെ ചെയ്യും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി അവർ മുന്നോട്ട് പോയെങ്കിലും കുറച്ചൊക്കെ കൊളോണിയൽ കാലഘട്ടത്തിൽ കയർ മുതലാളിമാരും മറ്റൊക്കെ ആയിട്ട് മാറിയെങ്കിലും സാമൂഹ്യമായിട്ട് അവരപ്പോഴും പിന്നോക്കം തന്നെയായിരുന്നു, പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ഈ സാമ്പത്തിക പദവിയുടെ ഉയർച്ചയ്ക്ക് അനുസൃതമായി അവരുടെ സാമൂഹ്യ പദവിയിൽ മാറ്റം വന്നു. ജാതി വ്യവസ്ഥയിൽ അത് തന്നെയാണല്ലോ നിർണായകം. പ്രത്യേകിച്ച് നിങ്ങൾ എത്ര കാശുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ജാതി എന്താണെന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അതിൻ്റെ ധാരാളം കടുത്ത ഉദാഹരണങ്ങളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ആ അവസ്ഥ അവർക്ക് മാറ്റണമെന്ന് അവർക്ക് താല്പര്യമുണ്ട്. പക്ഷെ അതേസമയം തന്നെ അവരുടെ വർഗ താല്പര്യവുമുണ്ട്. സാമ്പത്തികമായ അവരുടെ ഉന്നമനം അതിനെ നിലനിർത്തണം, ആ സമ്പത്ത് നിലനിർത്തണം, അതിനെയും വർദ്ധിപ്പിക്കണം എന്നുള്ള ആ ഒരു വർഗ താല്പര്യവും ശക്തമായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന TK മാധവൻ്റെ പരിശ്രമത്തെയും അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ്റെ നീക്കങ്ങളെയൊക്കെ തന്നെ ഈഴവ പ്രമാണിമാർ തന്നെ ശക്തമായിട്ട് എതിർക്കുന്നത്. അത് വെറുമൊരു ജാതീയമായിട്ടുള്ള എതിർപ്പിൻ്റെ പ്രശ്നമല്ല. കാരണം അതേ ജാതിയിൽപ്പെട്ടവരായിരുന്നല്ലോ TK മാധവനും സഹോദരൻ അയ്യപ്പനൊക്കെ തന്നെ. അപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ജാതിവിരുദ്ധ ബോധം അതിനെ ഒരു പടിയും കൂടി കടന്നുകൊണ്ട് ജാതിയിൽ ഞാൻ ആർക്കും കീഴെയല്ല, ആർക്കും മേലെയല്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരവസ്ഥ, അടിസ്ഥാനപരമായിട്ട് തന്നെ ജാതി ചിന്തയെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നൊരു നിലപാട്. ആ നിലപാട് എന്തുകൊണ്ട് ഈ പ്രമാണിമാർക്ക് പറ്റിയില്ല, സ്വീകരിക്കാൻ കഴിഞ്ഞില്ല? എല്ലാവരും നാരായണ ഗുരുയുടെ ഭക്തന്മാർ തന്നെ. അത് കൃത്യമായിട്ടും അവരുടെ വർഗ താല്പര്യമാണ് അതിന് തടസ്സമായിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ വർഗവും ജാതിയും തമ്മിൽ ഇടകലർന്നും പരസ്പരം ബന്ധപ്പെട്ടും തുടർച്ചയായിട്ട് നിലനിൽക്കുന്നതാണ് നമുക്ക് ഈ കാലഘട്ടം മുതൽ കാണാൻ പറ്റും. അപ്പോൾ പിന്നെ വരുന്നൊരു പ്രശ്നം, ജാതി നശീകരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ചൂഷക മർദ്ദക ബന്ധങ്ങളെ, അതിൻ്റെ അധികാരത്തിനെ ഇല്ലാതാക്കലാണ് അതിൻ്റെ നിർണായക പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞാൽ ഇതെങ്ങനെ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. ഇതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ആശയശാസ്ത്രം എന്ത്, ചിന്താ പദ്ധതി എന്ത് എന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അതിന് അംബേദ്കർ ചിന്താഗതിക്ക് അത് പോരാ എന്ന് തന്നെയാണ്. സമീപകാലത്തായിട്ടിങ്ങനെ ഡോക്ടർ അംബേദ്കറുടെ ചിന്തകളെയും മാർക്സിസത്തിനെയും സമന്വയിപ്പിക്കാൻ കഴിയും, പരസ്പരം കൂട്ടിക്കലർത്തി ഒരു പുതിയൊന്നുണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ പല അഭിപ്രായങ്ങൾ ഇപ്പോൾ TT ശ്രീകുമാർ, B രാജീവൻ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ അഭിപ്രായപ്പെടുന്നവരാണ്. അവസരവാദപരമായിട്ട് CPMകാർ നീൽ ലാൽ സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കാറുണ്ട്. നീൽ എന്ന് പറഞ്ഞാൽ ഡോക്ടർ അംബേദ്കറുടെ പ്രസ്ഥാനത്തിൻ്റെ കൊടിയായിട്ടുള്ള നീലക്കൊടിയും, ലാൽ എന്ന് പറഞ്ഞാൽ ചെങ്കൊടിയും. അങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ കഴിയുന്ന രണ്ട് ചിന്താധാരകളല്ല ഇവ രണ്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം രണ്ടിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള ചിന്താ പദ്ധതികളാണ്, രണ്ടിൻ്റെയും അടിസ്ഥാന നിലപാടുകൾ വ്യത്യസ്തമാണ്, അതിൻ്റെ വിശകലന ഗണങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനെയും ഇല്ലാതാക്കുന്ന, നശിപ്പിക്കുന്നതിന് തുല്യമാണ്. മറിച്ച് പരസ്പരം പങ്കുവയ്ക്കാവുന്ന
പഠിക്കാവുന്ന, സ്വയം സ്വീകരിക്കാവുന്ന ധാരാളം രണ്ടിലുമുണ്ട്. അംബേദ്കറുടെ ചിന്താഗതിയിൽ നിന്ന് അല്ലെങ്കിൽ അംബേദ്കറുടെ എന്താ പറയുക പഠനങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാൻ ധാരാളം കാര്യങ്ങൾ മാർക്സിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. തിരിച്ചും അങ്ങനെയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അവിടെ എന്താണ് ഇക്കാര്യത്തിൽ മാർക്സിസ്റ്റുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്നൊരു അടിസ്ഥാന പ്രശ്നം ഈ പറയുന്ന അംബേദ്കറുടെ നിരീക്ഷണം, അതായത് ജാതി എന്ന് പറയുന്നത് തൊഴിൽ വിഭജനം മാത്രമല്ല തൊഴിലാളികളുടെ വിഭജനം കൂടിയാണ് എന്നുള്ള നിരീക്ഷണം. ആ തൊഴിലാളികളുടെ വിഭജനം എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ എന്താ പറയുക ഈ പറയുന്ന തൊഴിലാളി വർഗ നേതൃത്വത്തിൽ ഒരു വിപ്ലവം നടത്തണം, അധികാരം പിടിച്ചെടുക്കണം എന്നൊക്കെ പറയും. അതിലുള്ള സ്വാധീനം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഇംഗ്ലീഷ് വാക്ക് ഇമ്പോർട്ട് എന്നാണ്, എന്താ പറയുക ഇമ്പോർട്ട് ഇറക്കുമതി പോട്ടല്ല, സ്വാധീനം തന്നെ വയ്ക്കാത്ത ആൾക്കാർ. അപ്പോൾ അവിടെ വരുന്നൊരു പ്രശ്നം തൊഴിലാളികളുടെ വിഭജനമാണെങ്കിൽ ഒരു ഭൗതികമായൊരു പ്രശ്നമാണത്. അപ്പോൾ മാർക്സിസ്റ്റ് ചിന്താപദ്ധതി അനുസരിച്ചിട്ട് തന്നെ സാമൂഹ്യ നിലനിൽപ്പാണ് സാമൂഹ്യ ബോധത്തിന് സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വിഭജിതാവസ്ഥ സ്വാഭാവികമായിട്ടും വിഭജിതമായൊരു ബോധം തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. തൊഴിലാളി എന്ന ബോധവും മാത്രമല്ല ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെയുള്ള തിരിച്ചറിവ് അനുഭവമാണല്ലോ. അത് മാത്രമല്ല അതോടൊപ്പം തന്നെ ജാതീയമായിട്ടുള്ള ആ വേർതിരിവിൻ്റെ ബോധവും അവിടെ നിൽക്കുന്നുണ്ടാവും, ഞാൻ ഇന്ന ജാതിക്കാരനാണെന്നുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ഫാക്ടറി തൊഴിലാളിയായിട്ടൊരു സവർണ ഏതെങ്കിലും പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നൊരു തൊഴിലാളി, ഒരു ദളിത് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നൊരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഫാക്ടറിയിൽ രണ്ടും തൊഴിലാളികൾ തന്നെ, മുതലാളി എല്ലാവരും ചൂഷണം ചെയ്യുന്നു, അവരെ എല്ലാം ഒരേപോലെ തന്നെ ചൂഷണം ചെയ്യുന്നതെന്ന് വിചാരിക്കാം. പക്ഷേ അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ ഫാക്ടറിക്ക് പുറത്ത് അതല്ല അവസ്ഥ. ആ സവർണ വിഭാഗത്തിൽ നിന്ന് വരുന്ന തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായിട്ടുള്ള ആ സവർണത്വത്തിൻ്റേതായിട്ടുള്ള സവിശേഷ അവകാശങ്ങളും സവിശേഷമായിട്ടുള്ള ആനുകൂല്യങ്ങളും ലഭിക്കും. പല രീതിയിലായിരിക്കാം, അത് പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, അത് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പല തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷെ അത് നിൽക്കുന്നുണ്ട്. അത് നിൽക്കുന്നിടത്തോളം കാലം, അതിൻ്റെ ഭാഗമായിട്ട് ആ തൊഴിലാളി നിൽക്കുന്നിടത്തോളം കാലം ഇവരെല്ലാവരെയും മർദ്ദിക്കുന്ന ഈ ജാതി വ്യവസ്ഥയുടെ, ഈ ചൂഷക സമ്പ്രദായത്തിൻ്റെ, അതുപോലെ തന്നെ അതിൻ്റെ ആശയശാസ്ത്രപരമായ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു പങ്കാളിയാകുന്നുണ്ട് ആ തൊഴിലാളി. ബോധപൂർവമായാലും അബോധപൂർവമായാലും അതൊരു പങ്കാളിയാകുന്നുണ്ട്. അങ്ങനെ അതിൽ പങ്കാളി ആയിക്കൊണ്ട് എങ്ങനെയാണ് ഈ പറയുന്ന തൊഴിലാളി വർഗ ഐക്യം എന്നുള്ളത്, തൊഴിലാളി വർഗ ബോധം എന്നുള്ളത് ആർജിക്കാൻ കഴിയുക? സാധ്യമായ കാര്യമല്ല. അതിൻ്റെ തിക്താനുഭവങ്ങൾ ബോംബെ മിൽ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ അംബേദ്കർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പറയുന്ന മിൽ തൊഴിലാളികൾക്കിടയിലുള്ള ജാതി വിഭജനവും അതിനെ അഭിസംബോധന ചെയ്യാനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് മടിച്ചു നിന്നതും, തൊഴിലാളി ഐക്യത്തിൻ്റെ പേരിൽ അത് നമ്മൾ ഉന്നയിക്കേണ്ട എന്നും പറഞ്ഞ് മടിച്ച് മാറി നിന്നതും, അതേസമയം തന്നെ തിരിച്ച് ആ വിഷയത്തിൽ ഉന്നയിക്കാനായിട്ട് ഡോക്ടർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ദളിത് തൊഴിലാളികൾ മുന്നോട്ട് ഇറങ്ങിയ കാര്യങ്ങളൊക്കെ അംബേദ്കർ മുന്നോട്ട് വിവരിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ആ ജാതി വിഭജനത്തിൻ്റെ യാഥാർത്ഥ്യത്തെ, ജാതി സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യാതെ അതൊരു യാഥാർത്ഥ്യമായി അംഗീകരിച്ചുകൊണ്ട് അതിനെതിരെ സമരം ചെയ്യണം എന്നുകൂടി ഇതിലുള്ള തിരിച്ചറിവോടുകൂടിയുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തനവും തൊഴിലാളി പ്രവർത്തനവും ഇല്ലാത്തിടത്തോളം കാലം ആ ഐക്യം എന്ന് പറയുന്നത് ഉപരിപ്ലവമായൊരു ഐക്യം, ഒരു പരിധിവരെ ഒരു ഐക്യം ഉണ്ടായിരിക്കും. മുതലാളിക്കെതിരെ എല്ലാവരും തൊഴിലാളി എന്നുള്ള ഒരു പൊതു ഐക്യം ഉണ്ടാവുമെങ്കിലും അത് പൊളിയും. അതാണ് ആ മിൽ സമരത്തിലൊക്കെ ഉണ്ടായത്. കാരണം ചില മേഖലകളിൽ ദളിത് തൊഴിലാളികളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള സവർണ തൊഴിലാളികളുടെ ശാഠ്യവും അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുതലാളിമാർ നടത്തിയ കളികളൊക്കെയാണ് പിന്നീട് നമ്മൾ അവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു വിഷയം, പക്ഷേ അതേസമയം തന്നെ അത് മാത്രമല്ല അനുഭവം നമ്മൾ ഓർക്കണം. ഇപ്പോൾ ഡോക്ടർ അംബേദ്കറുടെ തന്നെ നിർണായകമായൊരു നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ നടന്ന വേറൊരു സമരമുണ്ട്, കർഷകരുടെ ഖോത്ത് വിരുദ്ധ സമരം. ഖോത്ത് എന്ന് പറയുന്നത് അന്നത്തെ കാലത്തുണ്ടായിരുന്നൊരു ജാതി ജന്മിത്തത്തിൻ്റെ ഒരു ചൂഷണ രീതിയായിരുന്നു, സമ്പ്രദായമായിരുന്നു, ഭൂബന്ധങ്ങളുടെയും മറ്റൊക്കെ പാട്ട സമ്പ്രദായത്തിൻ്റെ. അതിനെതിരെ ഉള്ളൊരു ശക്തമായൊരു പ്രക്ഷോഭം, കർഷകരുടെ ഒരു പ്രക്ഷോഭം ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ആ പ്രക്ഷോഭത്തിൽ ദളിതർ മാത്രമല്ല കുൺബികൾ എന്ന് പറയുന്ന പിന്നാക്കക്കാരായിട്ടുള്ള ജാതികളും അത്യാവശ്യം ചില മറ്റ് സവർണ ജാതികൾപ്പെട്ട ആൾക്കാരും ഇതുപോലെ ഈ തരത്തിൽ ഭൂമിയും ജന്മിമാരുടെ അടുത്ത് നിന്ന് പാട്ടത്തിനൊക്കെ എടുത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരും എല്ലാവരും ഐക്യപ്പെടുന്നുണ്ട്. അതിശക്തമായൊരു പ്രക്ഷോഭമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ആ ഖോത്ത് സമ്പ്രദായത്തിനെ പരിഷ്കരിക്കാനായിട്ട് ഡോക്ടർ അംബേദ്കർ തന്നെ ഒരു നിയമനിർമ്മാണത്തിന് ശ്രമമൊക്കെ നടക്കുന്നുണ്ട്.
അപ്പോൾ അവിടെ നമ്മൾ കാണാൻ കഴിയുന്ന എന്താണ്, അവരുടെ വർഗ താല്പര്യം അവരെ ഒന്നിപ്പിക്കുന്നുണ്ട്. ആ പ്രക്ഷോഭത്തിൻ്റെ വിശദ വിവരങ്ങൾ ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ആ കാലഘട്ടത്തിൽ ഡോക്ടർ അംബേദ്കറുടെ എഴുത്തുകൾ, മറാഠിയിൽ തന്നെയുള്ള എഴുത്തുകൾ ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ ഈ ജാതി പ്രശ്നം എങ്ങനെയാണ് അതിൽ കൈകാര്യം ചെയ്തത്, കാരണം വ്യത്യസ്ത ജാതികളിൽപ്പെട്ട ആൾക്കാർ ഇതിൽ പങ്കാളിയാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ മിൽത്തൊഴിലാളികൾക്കിടയിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ, അതെങ്ങനെ അഭിസംബോധന ചെയ്തു, എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ള വിശദ വിവരങ്ങളില്ല. പക്ഷേ ശക്തമായൊരു ഐക്യം കെട്ടിപ്പടുക്കുന്നതിൽ വിജയിച്ചു എന്നുള്ളതും അതിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ അംബേദ്കർ, ദളിതനായ ഡോക്ടർ അംബേദ്കർ തന്നെയാണ് അതിൻ്റെ മുൻനിരയിൽ ഉണ്ടായതെന്നും മുൻനിരയിൽ ഡോക്ടർ അംബേദ്കർ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ പറയുന്ന കുൺബികളായിട്ടുള്ള മറാഠി കർഷകരും മറ്റൊക്കെ അതിൽ പങ്കാളികളായതൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തോ ആ രീതിയിൽ അത് ഏതെങ്കിലും ഒരു രീതിയിൽ അത് അഭിസംബോധന ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. എന്താണെന്നുള്ളത് കൂടുതൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഞാൻ എൻ്റെ വായനയിൽ അത് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു വിഷയം, അതായത് വർഗപരമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ അത് ജാതിയെ അവഗണിച്ചു കൊണ്ടുള്ളൊരു സമീപനത്തിൻ്റെ പ്രശ്നമല്ല. അങ്ങനെ അവഗണിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ലിംഗഭേദത്തിൻ്റെ പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട്, വംശീയ മർദ്ദനത്തിൻ്റെ പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട്, ദേശീയ മർദ്ദനത്തിൻ്റെ പ്രശ്നങ്ങളെ, മർദ്ദനത്തിൻ്റെ വിവിധ രൂപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു തൊഴിലാളി വർഗ ബോധം എന്നുള്ള അസാധ്യമായൊരു കാര്യമാണ്. അത് വെറും സാമ്പത്തിക താല്പര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ബോധമായിരിക്കും, പെലവേശലിൻ്റെ ഒരു ബോധമായിരിക്കും. മാർക്സ് മുന്നോട്ട് വെച്ച തൊഴിലാളി വർഗ ബോധമായിരിക്കില്ല. ഒരു വിപ്ലവം നയിക്കാനായിട്ട് തൊഴിലാളി വർഗം മുന്നണിപ്പടിയാകണം എന്ന് മാർക്സ് പറയുമ്പോൾ അതിനാവശ്യമായൊരു വർഗബോധമല്ല ഇതിനെ അവഗണിച്ചുകൊണ്ടുള്ളൊരു വർഗബോധം എന്ന് പറയും. കാരണം വർഗത്തിൻ്റെ പ്രാഥമികത്വം എന്ന് പറയുന്നത് ഇതിനൊക്കെ അവഗണിച്ചു കൊണ്ടിതൊന്നുമില്ല, അല്ലെങ്കിൽ അതൊക്കെ പിന്നീട് എല്ലാം കഴിഞ്ഞ് അവസാനം നോക്കിയാൽ മതി എന്നല്ല അതിൻ്റെ അർത്ഥം. വർഗത്തിൻ്റെ പ്രാഥമികത്വം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ എല്ലാ ചൂഷക രൂപങ്ങളും എല്ലാ മർദ്ദക രൂപങ്ങളും ആ സമൂഹത്തിൻ്റെ ചൂഷക ആധിപത്യ ശക്തികളെയാണ് സേവിക്കുന്നത്. അവരാണതിനെ നിലനിർത്തുന്നത്, അവരാണതിനെ പരിപോഷിപ്പിക്കുന്നത്, അവരാണതിനെ പരിഷ്കരിച്ച ആവശ്യത്തിന് പോലെ പരിഷ്കരിക്കുകയോ മറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ വർഗ താല്പര്യമാണ് അതിന് മുഴുവൻ മുഴച്ചു നിൽക്കുന്നത്. ഞാൻ നേരത്തെ ഈഴവ പ്രമാണിമാരുടെ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ അതൊരു വർഗ താല്പര്യമാണത്. കാരണം ആ രീതിയിൽ SNDP ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞാൽ 500 രൂപ മുടക്കുന്ന ആൾക്കാർക്ക് മാത്രം അംഗത്വമുള്ളൊരു സംഘടനയിൽ നിന്ന് മാറി 25 പൈസ മുടക്കുന്ന ആർക്കും അംഗമാകാവുന്ന ഒരവസ്ഥയിലേക്ക് SNDP മാറിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ജനകീയ സംഘടനയായിട്ട് അത് മാറിക്കഴിഞ്ഞാൽ ആ സ്വാഭാവികമായിട്ടും ആ SNDP എങ്ങോട്ടാണ് പിന്നെ പോവുക എന്നുള്ളൊരു ആശങ്കയിൽ നിന്ന് തന്നെയാണ് ഈഴവ പ്രമാണിമാർ TK മാധവൻ്റെ പരിഷ്കരണത്തിന് എതിർത്തത്. അന്ന് ആദ്യമായിട്ട് TK മാധവൻ ഈ സമ്മേളനത്തിൽ അത് പാസ്സായി, നാരായണ ഗുരുവിൻ്റെ പിന്തുണയോടുകൂടി ആ സംഭവം പാസ്സായി, പ്രമേയം പാസ്സായി. അന്ന് ആദ്യമായിട്ട് അങ്ങനെ ഒരു SNDP ശാഖ സംഘടിപ്പിക്കാൻ 25 പൈസ മുടക്കി, 25ആണെന്ന് എൻ്റെ ഓർമ്മ, എത്രയോ നിസ്സാരമായിട്ടൊരു പൈസ മുടക്കി ഒരു ശാഖ സ്ഥാപിക്കാനായിട്ട് ആദ്യമായിട്ട് മുന്നോട്ട് വന്നത് കുട്ടനാട്ടിലെ കൃഷിപ്പണിക്കാരായിട്ടുള്ള ഈഴവരായിരുന്നു. അപ്പോൾ അത് തന്നെയായിരുന്നു ഈഴവ പ്രമാണിമാരുടെ ആശങ്ക. കാരണം ഇങ്ങനെ വിപുലീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവരുടെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കും, അവരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് എത്തിച്ചേരും എന്ന വർഗപരമായൊരു തിരിച്ചറിവാണ് അവരതിനെ എതിർത്തത്. അപ്പോൾ വർഗത്തിൻ്റെ പ്രാഥമികത്വം എന്ന് പറയുന്ന ഈ തിരിച്ചറിവിനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു നിലപാടിൽ നിന്ന് വരുമ്പോൾ ജാതി നശീകരണം മാറ്റിവെച്ചുകൊണ്ട്, ഒരു സക്രിയമായിട്ടുള്ള സജീവമായ ജാതി നശീകരണ പദ്ധതിയെ മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് പിൽക്കാലത്ത് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സാമൂഹ്യ മർദ്ദനത്തിൻ്റെ, സ്ത്രീ പീഡനം ഉൾപ്പെടെയുള്ള ലിംഗപദവിയുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ആർജിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല തൊഴിലാളി വർഗബോധം എന്നുള്ള തിരിച്ചറിവ് എൻ്റെ അഭിപ്രായത്തിൽ അംബേദ്കറിസ്റ്റ് നിലപാടുകളിൽ നിന്ന് മാർക്സിസ്റ്റുകൾ സ്വീകരിക്കേണ്ട ഒരു കാതലായ തിരിച്ചറിവാണ്. ആ കോണിൽ നിന്നിട്ട് മാത്രമേ ഇതിനെ അഭിസംബോധന ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ തരത്തിൽ പരസ്പര ബന്ധത്തിൽ നിൽക്കുമ്പോൾ അതോടൊപ്പം തന്നെ വരുന്നൊരു കാര്യമാണ് ബ്രാഹ്മണ്യ ആശയശാസ്ത്രത്തിൻ്റെ മൗലികമായിട്ടുള്ള വിമർശനം. അവിടെയും ഡോക്ടർ അംബേദ്കറുടെ ബ്രാഹ്മണ്യവും മുതലാളിത്തവുമാണ് തൊഴിലാളികളുടെ ഇരട്ട ശത്രുക്കൾ എന്ന നിരീക്ഷണം വളരെ പ്രസക്തവും ഒരു അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം എന്താണ് ഇന്ത്യയിലെ മുതലാളിത്തം എന്ന് പറയുന്നത്? അത് പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ടായിട്ടുള്ള മുതലാളിത്തം പോലൊരു മുതലാളിത്തമല്ല. കൊളോണിയൽ കാലഘട്ടത്തിലൂടെയാണ് ഇവിടുത്തെ ഈ മുതലാളിത്തം പ്രധാനമായിട്ടും, അതിനു മുമ്പ് ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വളർച്ചകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിനൊക്കെ അമർച്ച ചെയ്ത് പിന്നീട് വരുന്നൊരു മുതലാളിത്തം, നമ്മളിവിടുത്തെ കുത്തക മുതലാളിമാരെന്ന് പറഞ്ഞാൽ ടാറ്റ, ബിർള മുതലായിട്ടുള്ള വൻകിട മുതലാളിമാരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ
അത് അഭേദ്യമായ രീതിയിൽ ബ്രാഹ്മണ്യവുമായിട്ട് ഇടകലർന്ന് തന്നെയാണ് വരുന്നത്. അവരുടെ ആ വർഗത്തിൻ്റെ ആശയശാസ്ത്രപരമായ ലോകവീക്ഷണത്തിൽ തുടക്കം മുതൽ തന്നെ ബ്രാഹ്മണ്യം കുടികൊള്ളുന്നുണ്ട്. ഒരിക്കലും ബ്രാഹ്മണ്യത്തിനെ ഒരു ജന്മിത്വത്തിൻ്റെ, ജാതി ജന്മിത്വത്തിൻ്റെ പഴയ കാലത്തിൻ്റെ ഒരു ആശയം നിലയ്ക്ക് നിരാകരിച്ചുകൊണ്ടുള്ള ഒരു മുതലാളിത്ത ചിന്താഗതി അല്ല വളർന്നത്. അതുകൊണ്ടാണ് അതിനെ ഞങ്ങൾ മാവോയിസ്റ്റുകൾ ഉദ്യോഗസ്ഥ മേധാവിത്വ മുതലാളിത്തം എന്ന് വിശേഷിപ്പിക്കുന്നത്. കാരണം ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും നാടുവാഴിത്വവുമായിട്ട് ഇടകലർന്നുകൊണ്ടും സാമ്രാജ്യത്വവുമായിട്ട് ഇടകലർന്നുകൊണ്ടും വളർന്നു വരുന്നൊരു മുതലാളിത്തമാണ്. അപ്പോൾ ആ മുതലാളിത്തത്തിൻ്റെ വീക്ഷണ കോണിൽ എപ്പോഴും ഈ ബ്രാഹ്മണ്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ ശക്തമായൊരു കടന്നാക്രമണത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ നിന്ന് പലരും ഇവരായിട്ട് തുടങ്ങി വെച്ചൊരു കാര്യമാണിത് എന്നുള്ള മട്ടിൽ സമീപിക്കാറുണ്ട്. അതായത് RSSും സംഘപരിവാറുമായിട്ട് തുടങ്ങി വെച്ചൊരു കാര്യമാണെന്ന്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് കാലം മുതൽ തന്നെ ഈ ആശയഗതി ഇവിടെ നിലനിന്നിരുന്നുവെന്നും അതിൻ്റെ വിവിധ രൂപങ്ങളിൽ, ചില ഘട്ടങ്ങളിൽ തീവ്ര രൂപത്തിൽ, ടിളക്കിൻ്റെ മറ്റേ കാലഘട്ടത്തിൽ തീവ്ര രൂപത്തിൽ, അതിനു മുമ്പ് ഗോഖലെയുടെ കാലത്തിൽ മിതവാദ രൂപത്തിൽ, വീണ്ടും ഗാന്ധിയുടെ കാലഘട്ടത്തിൽ മിതവാദ രൂപത്തിൽ, ഇന്ദിരാഗാന്ധി മുതൽ വീണ്ടും തീവ്ര രൂപത്തിലേക്ക് കടക്കുന്ന ഒരു പ്രക്രിയ ഈ ബ്രാഹ്മണ്യത്തിന് എക്കാലവും നിലനിർത്തിക്കൊണ്ട് അവരുടെ വർഗപരമായ ആവശ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ അതിനെ മിതവാദപരമായിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ അതല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടും തീവ്രമായിട്ടും ഉന്നയിക്കുന്ന, അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു സമ്പ്രദായം, ഈ ഒരു രീതി നമ്മുടെ ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങളിൽ പ്രത്യേകിച്ചും അതിൻ്റെ ഈ ദല്ലാൽ ഭൂഷ വർഗത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും അത് സംഘപരിവാറായിട്ട് തുടക്കം കുറിച്ചൊരു കാര്യമൊന്നുമല്ല. സംഘപരിവാറിന് പൊന്തി വരാൻ അവസരം ഒരുക്കിയത് തന്നെ ഈ ഒരു ഭരണവർഗത്തിൻ്റെ ഈ നിലപാട് മാറ്റമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. പരോക്ഷമായിട്ടുള്ള മിതവാദപരമായ ബ്രാഹ്മണ്യത്തിൻ്റെ സ്ഥാനത്ത് പ്രത്യക്ഷമായിട്ടുള്ള, പച്ചയായിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു മറയുമില്ലാതെ അവതരിപ്പിക്കപ്പെടുന്ന തീവ്രമായ ബ്രാഹ്മണ്യം ഇനി ആവശ്യമാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഭരണവർഗം വരുന്നതോടുകൂടിയാണ് മൂലയിൽ ഒതുക്കിയിരുന്നിരുന്ന സംഘപരിവാറിന് പടിപടിയായിട്ട് വളർന്നു വന്ന് ഇന്ന് മുഴുവൻ രാജ്യത്തിനെ വിഴുങ്ങാൻ കഴിയുന്നൊരു അവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഭരണവർഗ പിന്തുണ ഉണ്ടായിരുന്നില്ല ഒരിക്കലും കഴിയുന്നൊരു കാര്യം, സംഘടനാ മികവ് കൊണ്ടൊന്നും നടന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്രാഹ്മണ്യത്തെ, മുതലാളിത്തത്തിനെ എതിർക്കുക പോലെ തന്നെ തൊഴിലാളി വർഗം ഈ ബ്രാഹ്മണ്യത്തിനെ, അതിൻ്റെ ആശയശാസ്ത്രത്തിന്, അതിൻ്റെ നിലപാടുകളെ കർക്കശമായ രീതിയിൽ തന്നെ ആക്രമിച്ചില്ല എങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് നമ്മളുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇപ്പോൾ ഇവിടെ നേരത്തെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ടീച്ചർ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്താണ് നമ്മൾ താരാട്ടുപാട്ടായിട്ട് കാണേണ്ടത്? ഇരിയമ്മൻ തമ്പിയുടെ താരാട്ടുപാട്ടാണോ, അതല്ല ഇവിടെ നേരത്തെ ചില വരികൾ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി, നമ്മളിപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന സണ്ണിയുടെ വരികളാണോ? രണ്ടും രണ്ടാണത്, ഒന്നല്ല. കാരണം ഒന്ന് ഒരു സവർണത്വത്തിൻ്റെ ചൂഷക വ്യവസ്ഥയുടെ തലപ്പത്ത് നിന്നുകൊണ്ട് അതിൻ്റെ ഒരു സുഖശീതളമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള താരാട്ടുപാട്ടാണ്. മറ്റത് ദാരിദ്ര്യത്തിൻ്റെ, സാമൂഹ്യമായിട്ടുള്ള അടിച്ചമർത്തലിൻ്റെ, അവമതിപ്പിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരവസ്ഥ നിന്നുള്ളൊരു പാട്ടാണ്. അതിന് താരാട്ടുപാട്ടെന്ന് വിശേഷിപ്പിക്കാമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു യാഥാർത്ഥ്യത്തിനാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. ആ യാഥാർത്ഥ്യം ഇന്ന് കേരളത്തിൽ നമുക്ക് അത്രയ്ക്ക് പച്ചയായിട്ട് കാണാൻ കഴിയാറില്ല. പക്ഷേ കേരളം വിട്ടുകഴിഞ്ഞാൽ ഇന്നും വളരെ പച്ചയായിട്ട് തന്നെ വ്യാപകമായിട്ട് കാണാൻ കഴിയുന്നൊരവസ്ഥ തന്നെയാണ്. അപ്പോൾ ഈ വേർതിരിവുകൾ സാഹിത്യത്തിലായാലും കൊള്ളാം, സംസ്കാരത്തിലായാലും കൊള്ളാം, സിനിമയുടെ നിരൂപണത്തിലായാലും കൊള്ളാം, ഏത് മേഖലയിലായാലും ശരി, ബ്രാഹ്മണ്യത്തിനെ കീറിമുറിക്കുന്ന, അതിനെ തുറന്നു കാട്ടുന്ന, അതിനെ മുച്ചൂടും അറുത്തു മാറ്റുന്ന രീതിയിലുള്ളൊരു പുതിയൊരു അവബോധം സൃഷ്ടിക്കുന്ന ഇടപെടലുകൾ മറ്റു തരത്തിലുള്ള ഭൗതിക സമരങ്ങളോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതാണ് ഡോക്ടർ അംബേദ്കർ ബ്രാഹ്മണ്യവും ഈ പറയുന്ന മുതലാളിത്തവുമാണ് ഇരട്ട ശത്രുക്കൾ എന്ന് പറഞ്ഞത്. അതിലേതെങ്കിലും ഒന്നിനെ ആദ്യം എതിർത്ത് പിന്നെ മറ്റേനെ നോക്കാമെന്നല്ല പറഞ്ഞത്. രണ്ടും ഒരേ സമയത്ത് ആക്രമിക്കേണ്ടവർ തന്നെയാണ്. കാരണം പരസ്പര ബന്ധിതമാണത്, വേർപെട്ടല്ല നിൽക്കുന്നത്. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ബ്രാഹ്മണ്യം പഴയ ബ്രാഹ്മണ്യമല്ല. അപ്പോൾ ഉദാഹരണത്തിന് മോഹൻ ഭാഗവത്തിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ജാതി ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല, നമ്മളെല്ലാവരും ഒന്നാണ്, മറ്റതാണ് മറിച്ചാണ്, ഇനിയിപ്പോൾ ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ വളരെ നല്ല നിലയ്ക്ക് സൗമ്യമായിട്ടൊക്കെ പറയുമ്പോൾ തന്നെയാണ് മുസ്ലിം സുഹൃത്തുക്കൾ കൊല്ലപ്പെടുന്നതും, ദളിതർ ആക്രമിക്കപ്പെടുന്നതും, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതും, വീടുകൾ തകർക്കുന്നതും, അതും തകൃതിയായിട്ട് തന്നെ നടക്കുന്നുമുണ്ട്.
അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തിനെ നമ്മൾ അഭിമുഖീകരിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് രണ്ടിനെയും നമ്മൾ ആക്രമിക്കണം, രണ്ടിനെയും എതിർക്കണം. അവിടെ ഒരു വർഗ കാഴ്ചപ്പാട് തന്നെയാണ് ആവശ്യമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഭിവാദ്യം.